ആ ഒരു 2013 ഏപ്രിൽ ഫൂൾസ് ഡേയുടെ അന്നാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നത്. അതുവരെ ഈ ഒരു കേരള ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ സ്പോൺസർ ചെയ്തായിരുന്നു. ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിൽ മൊത്തം പൈസയും സർക്കാർ തന്നെയാണ് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്ന ഈ ഒരു നാഷണൽ പെൻഷൻ സ്കീമിൽ നമ്മുടെ ശമ്പളത്തിൻ്റെ ബേസിക് പേ പ്ലസ് ഡി എയുടെ 10% നമ്മൾ ഇടുന്നതിൻ്റെ കൂടെ തന്നെ അതിന് തുല്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടുന്നുണ്ട് 10%. സെൻട്രൽ ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതലാണ്, അത് 14% ആ ഒരു ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു NPSൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്കീമുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും ആ ഒരു സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ആ ഒരു NPS ആ ഒരു തുടക്കം തന്നെ ഒരു ഡിഫോൾട്ട് രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 33% LICയുടെ ഒരു റിട്ടയർമെൻറ്റ് സൊല്യൂഷൻ പെൻഷൻ ഫണ്ട് സ്കീമുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ 33% SBIയുടെ അതുപോലുള്ളൊരു ഫണ്ടിൽ, അതുപോലെ 34% UTIയുടെ അതുപോലുള്ളൊരു ഫണ്ടിൽ. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു 100% ഡിഫോൾട്ടായിട്ടുള്ള ആ ഒരു സ്പ്ലിറ്റ് വരുന്നത്. ഇതിൽ മെയിനായിട്ട് ഈ ഒരു കേരള ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ടൊരു രൂപമില്ല. നമുക്ക് ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ളൊരു റിട്ടേൺ ആണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ NPS അക്കൗണ്ടിൽ കിട്ടുന്നത്. വളരെ വലിയൊരു ശതമാനത്തിലുള്ള റിട്ടേൺ ആണ് കിട്ടുന്നത്. അതുപോലെ വലിയ റിസ്കി ആയിട്ടുള്ള റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഈ ഒരു ഈ ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷനിലുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ ഒരു 8%, ഷോർട്ട് ടേമിൽ ഒരു 5 വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ 7%. നമ്മൾ ലോങ് ടേമിലേക്കാണ് നോക്കുന്നത്. ഒരു പെൻഷൻ ഫണ്ട് ആയതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്കുള്ള റിട്ടേൺ വെറും ഒരു 8% മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് വളരെ ചെറിയൊരു റിട്ടേൺ ആണ്. നമ്മുടെ ആ ഒരു PFലായാലും SLIയിലായാലും ഒക്കെ അതിന് മുകളിലൊരു റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ NPSൽ ഇത്രയും മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ റിട്ടേൺ കിട്ടുന്നത്? അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷനാണ്. ഡിഫോൾട്ട് ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതിൽ നമ്മളുടെ ആ ഒരു അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 20% അടുപ്പിച്ച് മാത്രമാണ് എക്വിറ്റിയിലുള്ളത്. ബാക്കിയുള്ള ആ ഒരു 75%-ഓളം അലോക്കേഷൻ വരുന്നത് ആ ഒരു ഗവൺമെൻറ് ബോണ്ടുകളിലും അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേറ്റ് ബോണ്ടുകളിലുമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം റിസ്ക് ഫ്രീ ആയിട്ടുള്ള വളരെ ചെറിയ റിട്ടേൺ തരുന്ന ഒരു അസറ്റ് അലോക്കേഷൻ രീതിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു നോമിനൽ ആയിട്ടുള്ള 8% അടുപ്പിച്ചുള്ള റിട്ടേൺസ് എങ്ങനെ 2 മുതൽ 5% വരെ വളരെയധികം വലിയൊരു എമൗണ്ടാണ് ഈ ഒരു 2 മുതൽ 5% കോമ്പൗണ്ടിങ് മാറുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ എമൗണ്ട് വളരെയധികം വലിയൊരു ഡിഫറൻസ് അതിനകത്ത് കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ ആ ഒരു ടൈം ഫ്രെയിം ഒരു 30 വർഷമെങ്കിലും സർവീസ് ഉള്ള ഒരാൾക്ക് വലിയൊരു ഡിഫറൻസ് ആണ് അതിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ഒരു എക്വിറ്റി മാർക്കറ്റിൻ്റെ ആ ഒരു സൂചികയായിട്ടുള്ള നിഫ്റ്റി ആയിട്ട് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ഫണ്ടിൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാമല്ലോ UTI, ഇത് 3 ഒരുപോലത്തുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മുടെ മെയിനായിട്ട് 34% വരുന്ന ആ ഒരു UTI റിട്ടയർമെൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫണ്ടുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു 5 വർഷത്തിൽ നമ്മുടെ ആ ഒരു നിഫ്റ്റിയുടെ ചാർട്ടും ഈ ഒരു ഫണ്ടിൻ്റെ ചാർട്ടും വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് വളരെയധികം വോളറ്റൈലാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വോളറ്റൈലാണ്. ഒരുപാട് വട്ടം താഴോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് വട്ടം മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺസിൽ വളരെയധികം വലിയൊരു വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സൂചിക ഇതിൻ്റെ ഒരുപാട് മുകളിലാണ് മിക്കവാറുമുള്ള സമയം. ആ ഒരു വീഴ്ചകൾ ഉണ്ടെങ്കിലും കയറ്റങ്ങളുണ്ടെങ്കിലും ഇറക്കങ്ങളുണ്ടെങ്കിലും ആ ഒരു സൂചിക മിക്കവാറും നല്ലൊരു ശതമാനം സമയം ഈ ഒരു ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നിന്നത്. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10,000 രൂപ നമ്മൾ ആ ഒരു NPSൽ ഇട്ടതുപോലെ തന്നെ ആ ഒരു 10,000 രൂപ നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ സൂചികയായിട്ടുള്ള നിഫ്റ്റിയിലും ഇട്ടെന്ന് കൂട്ടുക. അപ്പോൾ നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ആ ഒരു റിട്ടേൺസ് അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ടേബിളിൽ കാണാം. ആ ഒരു 3 വർഷം വരെയുള്ള കണക്ക് നോക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു റിട്ടേൺസ് റാഷണലായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് ആ ഒരു വ്യത്യാസം കാണിക്കും. നമുക്ക് ആ ഒരു ചാർട്ടിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേബിളിൽ തന്നെ നോക്കുമ്പോൾ അറിയാം. ആ ഒരു കൊറോണ സമയത്തുള്ള ആ ഒരു ടൈമിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫണ്ടിൽ ഇട്ട പൈസ ആ ഒരു 10,000 രൂപ വെറും 10,776 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അതേസമയം നമ്മുടെ ആ ഒരു നിഫ്റ്റിയിലിട്ട ആ ഒരു തുക ഓൾമോസ്റ്റ് 16,464 എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്ന് വെച്ചാൽ ആ ഒരു NPSൻ്റെ ആ ഒരു റിട്ടേൺസ് വെറും 7.66%, അതുപോലെ നമ്മുടെ ആ ഒരു നിഫ്റ്റിയിലിട്ട ആ ഒരു തുകയ്ക്ക് 65% റിട്ടേൺസ് കിട്ടി. അത് വലിയൊരു വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ സമയത്ത് ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ഇടിവിൻ്റെ ആ ഒരു ലോ ആണ് ആ ഒരു മാർച്ച് 21 കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ആ ഒരു റിട്ടേൺ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ റാഷണൽ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ്, കറക്റ്റായിട്ടുള്ള ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 10 വർഷത്തിന്, ആ ഒരു 12 വർഷത്തിന് ഉള്ള ആ ഒരു 2014 മുതലുള്ള ആ ഒരു റിട്ടേൺസ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ആ ഒരു NPSൻ്റെ ആ ഒരു ഫണ്ടിലുള്ള റിട്ടേൺസ് വെച്ചാൽ ഓൾമോസ്റ്റ് 188%. അതുപോലെ നമ്മുടെ ആ ഒരു നിഫ്റ്റിയിലുള്ള റിട്ടേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 268%. അപ്പോൾ അത് നമുക്ക് ആ ഒരു CAGR റിട്ടേൺസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലാസ്റ്റുള്ള ആ ഒരു എമൗണ്ട്, അപ്പോൾ ആ ഒരു ഏപ്രിൽ 14 മുതലുള്ള ആ ഒരു റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ്, ആ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് NPSലാണെങ്കിൽ 28,890 രൂപയും, അതുപോലെ ആ ഒരു തുക നിഫ്റ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 36,880 രൂപയും. അത് ഒരു ഓവറോൾ റിട്ടേൺസ് പറയുകയാണെങ്കിൽ 188% NPSലും, അതുപോലെ 268% ആ ഒരു എക്വിറ്റിയിലിട്ട്, ആ ഒരു എക്വിറ്റിയുടെ ആ ഒരു സൂചികയായിട്ടുള്ള നിഫ്റ്റിയിലിട്ട് ആ ഒരു റിട്ടേൺസ്. അതൊരു CAGR റിട്ടേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ലാസ്റ്റ് നമുക്ക് കിട്ടിയ ആ ഒരു തുക ഡിവൈഡ് ബൈ നമുക്ക് ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു 10,000 റേസ് ടു 1/, നമ്മുടെ ആ ഒരു 10 വരും. അതേ -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശതമാനം കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു NPS ഇട്ട ആ ഒരു 10,000 രൂപ ഓൾമോസ്റ്റ് 9% കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാർക്കറ്റിൻ്റെ സൂചികയായിട്ടുള്ള നിഫ്റ്റിയിലിട്ട അതേ തുക നമുക്ക് കോമ്പൗണ്ട് ആയിരിക്കുന്നത് ഓൾമോസ്റ്റ് 11.5%. വെറും 2.5% വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഫൈനൽ എമൗണ്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 28,890 36,890 തമ്മിലുള്ള ആ ഒരു വലിയ ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാണ് ആ ഒരു 1-2% അധികം കിട്ടുന്നത് ലോങ് റണ്ണിൽ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ ഒരു 12 വർഷത്തെ കണക്കെടുക്കുമ്പോഴാണ് ഇത്രയും. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോൾ ഒരു 30 വർഷം ആ ഒരു എംപ്ലോയിയുടെ ആ ഒരു 30 വർഷത്തെ കാലയളവോട് എടുക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസമായിട്ട് മാറും. 1% പോലും ആ ഒരു അവസാനം കിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കീമിലുള്ള ചേഞ്ച് മൊബൈൽ ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് കമ്പ്യൂട്ടർ വഴിയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 രീതിയിലും എങ്ങനെയാണ് ആ ഒരു സ്കീം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ മൊബൈൽ വഴിയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. NPS എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്പ് കിട്ടും. NPS ബൈ പ്രോട്ടീൻ ഇ-ഗവൺമെൻറ് സർവീസ്. പ്രോട്ടീൻ ഇ-ഗവൺമെൻറ് സർവീസ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയാണ് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡുമാണ്. നമ്മുടെ പാൻ കാർഡ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ വരുമാനം വരുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആ ഒരു പ്രാൻ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാർക്കിൽ ആ ഒരു നമ്പറുണ്ട്, ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ പാസ്വേഡ്, ഇനി അഥവാ നമ്മുടെ പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ റീസെറ്റ് അല്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പാസ്വേഡ് ഉള്ളതുകൊണ്ട് ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കീം ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ സൈഡിൽ കാണാൻ പറ്റും. സ്കീം ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അതിൽ ടയർ 1 റിട്ടയർമെൻറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് കമ്പൽസറി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടയർ 1 ആണ്. നമുക്ക് ടയർ 2 ആണ് നമുക്ക് വേണമെങ്കിൽ പൈസ ഇടാൻ വേണ്ടി തുടങ്ങാവുന്ന ആ ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷൻ, ആ ഒരു LIC, അതുപോലെ UTI പെൻഷൻ സ്കീം, അതുപോലെ SBIയുടെ ആ ഒരു ഫണ്ടിലൊക്കെയാണ് അലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ചേഞ്ച് സ്കീം നൗ എന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിൽ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിൽ വോട്ടോ ഓപ്ഷൻ, അതുപോലെ ആക്റ്റീവ് ഓപ്ഷൻ, അതുപോലെ ഡിഫോൾട്ട് ഓപ്ഷനാണ് നമ്മുടെ ഓൾറെഡി ഉള്ളത്. ആക്റ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആക്റ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ഫണ്ട് മാനേജറെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് HDFC ആണെങ്കിൽ HDFC, ആദിത്യ ബിർള നമുക്ക് ഇഷ്ടമുള്ളൊരു ഫണ്ട് മാനേജറിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് സെലക്ട് ചെയ്യുന്ന ആ ഒരു അസറ്റ് ക്ലാസ് നോക്കുകയെന്നുണ്ടെങ്കിൽ സ്കീം ജിയിലുള്ള ആ ഒരു ഫണ്ട് മാത്രമേ ഉള്ളൂ. സ്കീം ജി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഒരു
ഗവൺമെൻറ് ബോണ്ടുകളിലാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വളരെയധികം സേഫായിട്ട് വലിയ റിട്ടേൺസ് കിട്ടാത്ത രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണിത്. അപ്പോൾ അതിൽ നമുക്ക് പെർസെൻറ്റേജ് അലൊക്കേഷനും എത്ര എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 100 നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് എത്ര ശതമാനം എക്വിറ്റിയിൽ അലൊക്കേഷൻ കൊടുക്കാം, അതുപോലെ എത്ര കോർപ്പറേറ്റ് ബോണ്ടിൽ കൊടുക്കാം, അതുപോലെ എത്ര ആ ഒരു ഗവൺമെൻറ് സ്കീംസിൽ G സെക്ഷനിൽ കൊടുക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ ആ ഒരു ഓട്ടോ സെക്ഷനിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ആ ഒരു ലൈഫ് സൈക്കിൾ 50യും ലൈഫ് സൈക്കിൾ 25. ആ ഒരു ലൈഫ് സൈക്കിൾ 50 എന്ന് പറയുന്നത് 35 ഇയേഴ്സ് ആകുമ്പോൾ, നമുക്ക് 35 വയസ്സാവുമ്പോൾ തൊട്ട് ആ ഒരു 50% എക്വിറ്റി അലൊക്കേഷൻ എന്നുള്ളത് കുറഞ്ഞു വരും. 2% വെച്ചാണ് കുറയുന്നത്. 55 വയസ്സാകുമ്പോഴത്തേക്കും 10% എക്വിറ്റി അലൊക്കേഷനായിട്ട് കുറയും. അതേസമയം കുറച്ചുകൂടെ കൺസർവേറ്റീവായിട്ടുള്ളൊരു സ്കീമാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ 25 എന്നുള്ളത്. അതിൽ 35 വയസ്സാകുമ്പോൾ നമ്മുടെ ആ ഒരു 25% എക്വിറ്റി അലൊക്കേഷൻ എന്നുള്ളത് ഓരോ വർഷവും ഓരോ ശതമാനം വെച്ച് കുറഞ്ഞ് 55-ാമത്തെ വയസ്സെത്തുമ്പോൾ അത് 5% കുറയും എക്വിറ്റി അലൊക്കേഷൻ. അപ്പോൾ ഇത് 2 സ്കീമുകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ലൈഫ് സൈക്കിൾ 50 ആണ് നമ്മൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിറ്റിയിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ ഭാവിയിൽ കിട്ടും. വലിയ യുദ്ധങ്ങൾ, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്ന അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ലൈഫ് സ്റ്റൈൽ 50 വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ആ ഒരു സ്കീമിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ളത്. നമുക്ക് ഇത്ര ശതമാനത്തിൽ എക്വിറ്റി എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം റിസ്കി അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരിക്കലും അല്ല. കാരണം 50% ഇപ്പോഴും ഗവൺമെൻറ് ബോണ്ടുകളിലും കോർപ്പറേറ്റ് ബോണ്ടുകളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സ്കീം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫണ്ട് മാനേജറെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതുവരെ നല്ല റിട്ടേൺസ് തന്ന ഏതെങ്കിലും ഫണ്ട് മാനേജർ നമുക്ക് വിശ്വാസമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുവരെ റിട്ടേൺസ് തന്നെന്ന് വെച്ച് ഭാവിയിൽ അവർ നല്ല റിട്ടേൺസ് തരണമെന്നില്ല. എന്നാലും ആ ഒരു പ്രൊജക്ഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെയാണ് HDFC ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ളത് ഇതുവരെ. പിന്നെ SBI, അതിനുശേഷം LIC, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു ഫണ്ട് മാനേജർ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു OTP വെച്ചിട്ട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. OTP വരും നമുക്ക്. അപ്പോൾ ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കീം പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ PC വഴിയാണ് ചെയ്യുന്നതെങ്കിൽ NPS എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ NPSൻ്റെ ആ ഒരു സൈറ്റ് ലോഗിൻ ടു നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ് എന്നുള്ള ആ ഒരു സൈറ്റിൽ കയറുക. അതിൽ പ്രോട്ടീൻ എന്നുള്ള നമ്മുടെ ആ സർവീസ് പ്രൊവൈഡർ സെലക്ട് ചെയ്ത് യെസ് കൊടുക്കുക. എക്സ്റ്റേൺ സൈറ്റിലോട്ട് പോകുന്നുള്ളത്. പിന്നെ നമ്മുടെ പാൻ നമ്പർ നമ്മുടെ പാൻ കാർഡിലുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്പാർക്കിലുള്ള പോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിൽ മേക്ക് ട്രാൻസാക്ഷൻ എന്നുള്ള ആ ഒരു ഇതിൽ ചേഞ്ച് PFM അസറ്റ് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ടയർ 1 NPS എന്നുള്ള സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഓൾറെഡി ഉള്ള സ്കീം കാണിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു UTI SBI LICയിലുള്ള ആ ഒരു സ്കീം സബ്മിറ്റ് കൊടുക്കുക. ആ ഒരു സ്കീം ചെയ്യുന്നതിൽ ആക്റ്റീവ് ചോയ്സ് നമുക്ക് നമ്മുടെ ആ ഒരു ഫണ്ട് മാനേജറെ സെലക്ട് ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഏത് ഫണ്ട് സെലക്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷനിലോട്ട് നമുക്ക് പോകാം. സ്കീം G മാത്രമേ അതിൽ പറ്റത്തുള്ളൂ, നമ്മൾ ഫോണിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഓട്ടോ ചോയ്സ് ആയിട്ട് ലൈഫ് സൈക്കിൾ 25 അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ 50 എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫണ്ട് മാനേജറെ ചൂസ് ചെയ്യുക. ലൈഫ് സൈക്കിൾ 50 ആണ് കൂടുതൽ എക്വിറ്റി അലൊക്കേഷൻ ഉള്ളതും കൂടുതൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫണ്ട് മാനേജറെ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലെ പോലെ തന്നെ ആ ഒരു സെൻഡ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ സെൻഡ് OTP നമ്മുടെ ഫോണിലെ ആ ഒരു OTP വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്കീം ചേഞ്ച് ചെയ്യാവുന്നതാണ്.